യിരെമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ യിരെമ്യാവിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥനയേക്കാൾ ഉപരി തൻ്റെ 2 ചോദ്യങ്ങളാണ് പ്രവാചകനായ യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ 2 ചോദ്യങ്ങളാണ് യിരെമ്യാവ് ചോദിക്കുന്നത്. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുവാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയമായിരിക്കുന്നത് എന്ത്? തൻ്റെ ചുറ്റുമുള്ളവരെ നോക്കിയിട്ട്, പ്രത്യേകിച്ച് തൻ്റെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, അനദോത്ത് എന്ന് പറയുന്ന ദേശക്കാരെല്ലാം തനിക്കെതിരെ നിന്ന് തന്നെ കൊല്ലുവാൻ പോലും ശ്രമിക്കുമ്പോൾ, തൻ്റെ ജീവന് വില പറയുമ്പോൾ ദൈവത്തോട് താൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. നമ്മളും പലപ്പോഴും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് ദൈവം പറയും വെയിറ്റ്, മറ്റു ചില സമയത്ത് ദൈവം പറയും ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം, യു ഹാവ് ടു ഗ്രോ, നീ ഇനി ആത്മീയമായി വളരണം. ഈ യിരെമ്യാവും അങ്ങനെ ദൈവത്തിൽ നിന്ന് ഉത്തരമാണ് പ്രതീക്ഷിച്ചെങ്കിലും ദൈവം 2 ചോദ്യം യിരെമ്യാവിനോട് ചോദിക്കുന്നതായിട്ട് കാണാം. യിരെമ്യാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ 2 ചോദ്യം. 1-ാമത്തെ ചോദ്യം, കാലാളുകളുടെ കൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളുടെ കൂടെ എങ്ങനെ മത്സരിച്ചു ഓടും? അതായത് നമ്മൾ ഈ സാധാരണ യുദ്ധങ്ങളിലൊക്കെ കാണുന്ന കാലാളുകളുണ്ട്, നടന്ന് യുദ്ധം ചെയ്യുന്ന, വാളും വടിയും പരിചയമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ. അവരുടെ കൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ ശക്തിയുള്ള, ബലമുള്ള മത്സര കുതിരകളുടെ കൂടെ എങ്ങനെയാണ് നമുക്ക് ഓടാൻ കഴിയുന്നത്? ഇപ്പം നമ്മൾ നേരിടുന്ന ഈ ചെറിയ പ്രതിസന്ധികളെ കണ്ട് ക്ഷീണിച്ചു പോയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മുൻപോട്ട് ഓടാൻ കഴിയുന്നത്? ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങളായിരിക്കും. ഇത് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ഒരു വീടും ഒരു ഭർത്താവും 2 കുഞ്ഞുങ്ങളും, അല്ലെങ്കിൽ ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും നോക്കാൻ കഴിയത്തില്ല, അതിനുള്ള പ്രാപ്തിയില്ലെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു സഭ ഓടിക്കുന്നത്? ഒരു സമൂഹത്തെ എങ്ങനെയാണ് നയിക്കുന്നത്? അപ്പം നമ്മൾ ഈ ചെറിയ പ്രശ്നങ്ങൾ വന്ന് ക്ഷീണിച്ച് ഒട്ടകപ്പക്ഷിയെ പോലെ തലപൂത്തിയിരുന്നാൽ എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്ക് കുതിരകളുടെ കൂടെ മത്സരിച്ചോടാൻ കഴിയുന്നത്? നമുക്കൊരു യുദ്ധമുണ്ട്, അത് കുതിരകളുടെ കൂടെയാണ്. നമുക്ക് ഓടേണ്ടത് കുതിരകളുടെ കൂടെയാണ്. ഇപ്പം നമുക്ക് ചെറിയ ട്രെയിനിങ്ങാണ്. 8-ാം ക്ലാസ് ജയിക്കാതെ 10-ാം ക്ലാസ്സിലേക്ക് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പോകാൻ കഴിയത്തില്ലല്ലോ. അപ്പം നമ്മൾ അറിയേണ്ടത്, ജീവിതം എന്ന യാത്രയിൽ നമ്മൾ ഒത്തിരി മത്സരങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഈ ചെറിയ മത്സരങ്ങളെ കണ്ടിട്ട് ഇത് മതി, ഇതുകൊണ്ട് തീർന്നു, ഇനി എനിക്ക് വയ്യ, ക്ഷീണിച്ചു എന്നൊന്നും പറയാതെ ധൈര്യത്തോടെ പറയണം, എൻ്റെ ഓട്ടം തീർന്നിട്ടില്ല. കുതിരകളുടെ കൂടെയും രഥത്തിൻ്റെയും കൂടെ ഓടാൻ ഏലിയാവിനെ പോലെ ദൈവം എന്നെ വിളിച്ചിരിക്കുക. ആഹാബിൻ്റെയും അല്ലെങ്കിൽ ഇസബേലിൻ്റെയും വാക്കുകൾ കേട്ട് പേടിച്ചു പോയാൽ എങ്ങനെയാണ് പിന്നെ കുതിരകളുടെ കൂടെ നമുക്ക് ഓടാൻ കഴിയുന്നത്? ആ ഏലിയാവിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്, ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടിയെന്നാണ് പറയുന്നത്. ക്ഷീണിച്ചു പോകേണ്ട, നമുക്കിനിയും യാത്രയുണ്ട്. ഈ ചെറിയ പ്രതിസന്ധികളൊക്കെ ക്ഷീണിച്ചു പോകേണ്ട, ഇതിന് മുമ്പിലേക്ക് ഇനി യാത്രയുണ്ട്. ഇപ്പോൾ കാണുന്ന ചെറിയ കുന്നും മലയും കയറാൻ കഴിയത്തില്ലെങ്കിൽ ഒരു ഹിമാലയം പോലെ ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്? 2-ാമത്തെ ചോദ്യം ഇതായിരുന്നു, സമാധാനമുള്ള ദേശത്ത് നീ ഭയത്തോടെ ഇരുന്നാൽ, നിർഭയനായിരിക്കുന്നു എന്നാണ് പലപ്പോഴും മലയാളത്തിൽ നമ്മൾ പറയുന്നത്, അല്ല, ഭയത്തോടെ ഇരുന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? സമാധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ 3 നേരം ആഹാരം കഴിക്കാനുള്ള സമാധാനമുണ്ട്. കയറിക്കിടക്കാൻ വീടുണ്ടെങ്കിൽ, വാടകയ്ക്കാണെങ്കിൽ പോലും ഒരു വീടുണ്ടെങ്കിൽ നിങ്ങൾ സമാധാന ദേശത്താണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ ഒരു ആലയമുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ സമാധാന ദേശത്താണ് താമസിക്കുന്നത്. സമാധാന ദേശത്ത് നിങ്ങൾ ഭയത്തോടെ പേടിച്ചിരിക്കുക. എന്തിനാണ് പേടിച്ചിരിക്കുന്നത്? ദൈവം നിങ്ങളെ സമാധാന ദേശത്താക്കിയിരിക്കുകയല്ലേ. നമ്മൾ തന്നെ വലിയ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. വചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമാധാനമാണ്. സമാധാനം നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിൻ്റെ സമാധാനം അവൻ നമുക്ക് തന്നേച്ചു പോയിരിക്കുക. ഈ സമാധാനമുള്ള ദേശത്ത് സന്തോഷത്തോടിരിക്കുക, സമാധാനത്തോടിരിക്കുക. വീട്ടിൽ സമാധാനത്തോടിരിക്കുക അമ്മച്ചി, വീട്ടിൽ സന്തോഷത്തോടിരിക്കുക അച്ഛാ. ദൈവം നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി നന്ദി പറയാം അമ്മേ. ദൈവമാണ് നമ്മെ നടത്തുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കണം. യോർദാൻ്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? യിരെമ്യാ പ്രവചനം 49:19 പറയുന്നു, ഈ യോർദാൻ്റെ വൻകാട്ടിൽ സിംഹിയുണ്ട്, കടുവയുണ്ട്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ ചെറിയ പ്രതിസന്ധിയെ കണ്ട് ക്ഷീണിച്ചു പോയാൽ യോർദാൻ്റെ വൻകാട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ പറഞ്ഞ് ഈ പ്രതിസന്ധികൾ വഴിമാറും. യോർദാൻ്റെ വൻകാട്ടിലെ പ്രതിസന്ധികൾ എത്ര വന്നാലും നമ്മൾ പറയും, ഈ പ്രതിസന്ധിയെ കണ്ട് പേടിച്ചു പോകത്തില്ല, കാരണം യോർദാൻ്റെ വൻകാട്ടിലും എൻ്റെ കരം പിടിക്കുന്ന കർത്താവുണ്ട്. കർത്താവ് നിങ്ങളുടെ കരം പിടിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ തന്നെ പറയണം, ഇല്ല, ഞാൻ മുൻപിലേക്ക് ഓടും, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സമാധാന ദേശത്ത് സമാധാനത്തോടെ ഇരിക്കുക, ദൈവം നമ്മുടെ കരം പിടിക്കും. യോർദാൻ്റെ വൻകാട്ടിൽ നിങ്ങൾക്ക് അസാധ്യമെന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളെ മുൻപിലേക്ക് നയിക്കും. ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഗോഡ് ഈസ് വിത്ത് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022197 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.